ബുലന്ദ്ശഹറിൽ ഗോസംരക്ഷകരുടെ വെടിയേറ്റ് പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന് ഭൂമി അധികാർ ആന്തോളൻ. ഇതേസമയം ബുലന്ദ്ശഹറിൽ ഗോഹത്യ നടത്തിയവർക്കെതിരെ നടപടി എടുക്കുന്നതിൽ പരാജയപ്പെട്ട യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കണമെന്ന ആവശ്യവുമായി ബിജെപി എംഎൽഎയും രംഗത്തെത്തി. ഗോസംരക്ഷകർ ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലായിരിക്കണമെന്നും സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്നും ഭൂമി അധികാർ ആന്തോളൻ ആവശ്യപ്പെട്ടു. എംപിമാരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന സംഘം ഭൂമി അധികാർ ആന്തോളന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും ഭൂമി അധികാർ ആന്തോളൻ ആവശ്യപ്പെട്ടു. And not a single word is being uttered on the brutal killing of Subodh Kumar Singh. What does it mean? സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് അടിയന്തരമായി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കണമെന്നാണ് ആവശ്യം. സാമുദായിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മമത സർക്കാർ രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഇന്നലെ അനുകൂല വിധി സമ്മതിച്ച ബംഗാൾ ബിജെപി ഘടകം രഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു. ഉപാധികളോടെ അനുമതി നൽകിയെങ്കിലും രഥയാത്രയ്ക്കിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ ബിജെപി നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എൻഡിഎ വിട്ട രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി നേതാവ് ഉപേന്ദ്ര കുശ്വാഹ യുപിഎയിൽ ചേർന്നതോടെ ബിജെപി കൂടുതൽ സമ്മർദ്ദത്തിലായി. ബീഹാറിലെ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം എഐസിസി ആസ്ഥാനത്തെത്തിയ കുശ്വാഹ യുപിഎ പ്രവേശനം പ്രഖ്യാപിച്ചു. എൻഡിഎയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ തന്റെ അഭിമാനം കാക്കാൻ തുറന്ന കൈകളുമായി പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് കുശ്വാഹ പറഞ്ഞു. പ്രതിപക്ഷ ഐക്യം ശക്തമാക്കുന്നതോടെ ബിജെപി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വ്യക്തമായ മുന്നേറ്റം ഒരു സംസ്ഥാനത്തു പോലും നേടാൻ കഴിയാതിരുന്ന എൻഡിഎക്ക് അടുത്ത കാലത്തുണ്ടായ കൊഴിഞ്ഞുപോക്കും പ്രതിപക്ഷ ഐക്യവും കനത്ത തലവേദനയാവുകയാണ്. എൻഡിഎ വിടുന്ന സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ശക്തമായ മുന്നണി രൂപീകരണമാണ് യുപിഎ നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേൽ, ശക്തി സിംഗ് ഗോഹിൻ, ആർജെഡി നേതാവ് തേജസ്വി യാദവ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച സെക്യുലർ നേതാവ് ജിൻറാം മാഞ്ചി, ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് എന്നിവർക്കൊപ്പം എത്തിയായിരുന്നു ലോക് സമതാ പാർട്ടി നേതാവ് ഉപേന്ദ്ര കുശ്വാഹ യുപിഎ പ്രവേശനം പ്രഖ്യാപിച്ചത്. എൻഡിഎയിൽ താൻ അപമാനിക്കപ്പെട്ടപ്പോൾ തന്റെ അഭിമാനം കാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായി എന്നും സാമൂഹ്യ നീതിക്കായി ശബ്ദിക്കുമെന്നും കുശ്വാഹ പറഞ്ഞു. ऐसा लगा मुझको जैसे पहले से भुजा फैलाकर मेरे सम्मान को रखने की चिंता करते हुए लोग खड़े थे. तो मैं बहुत ही इनका धन्यवाद करता हूं, आभार प्रकट करता हूं. ബീഹാറിൽ എൻഡിഎക്കെതിരായ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിലും കുശ്വാഹ പങ്കെടുത്തു. ബീഹാറിൽ 5 സീറ്റുകൾ ആർഎൽഎസ്പിക്ക് ലഭിച്ചേക്കും. കോൺഗ്രസിന് 8 മുതൽ 12 വരെ, ആർജെഡിക്ക് 18 മുതൽ 20 വരെ, ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് 1-2 സീറ്റുകളും ലഭിക്കുമെന്നാണ് വിവരം. രാമക്ഷേത്ര വിഷയങ്ങളിൽ തട്ടി നിൽക്കുന്ന എൻഡിഎക്കാൾ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് എൻഡിഎയുടെ ഭാഗമായി നിൽക്കുന്ന ലോക് ജനശക്തി പാർട്ടി നേതാവ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അഭിപ്രായപ്പെട്ടിരുന്നു. രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 6 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റുമാണ് ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീറ്റ് വർധനവിനായി ജെഡിയുവും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ബിജെപി കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാങ്ക് ഓഫീസർമാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരുടെ പണിമുടക്ക്. സേവന വേതന വ്യവസ്ഥകളിലെയും പെൻഷനിലെയും അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ഇതോടെ ഇനി വരുന്ന 6 ദിവസങ്ങളിൽ 5 ദിവസവും ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടാനാണ് സാധ്യത. ഡിസംബർ 22 4ാം ശനിയാഴ്ചയായതിനാൽ ബാങ്കുകൾക്ക് അവധിയാണ്. 23 ഞായറാഴ്ചയും 25 ക്രിസ്മസ് അവധിയുമാണ്. 26 യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബറോഡ, ധേന, വിജയ ബാങ്കുകളുടെ ലയനത്തിനെതിരെയാണ് പണിമുടക്ക്. ഇതിനിടെ 24ാം തീയതി മാത്രമായിരിക്കും ബാങ്കുകൾ പ്രവർത്തിക്കൂ. 1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് സഞ്ജൻ കുമാറിന്റെ ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. ശിക്ഷ വിധിച്ച ഹൈക്കോടതി നേരത്തെ സഞ്ജൻ കുമാറിന്റെ ജാമ്യം റദ്ദാക്കുകയും ഈ മാസം 31ാം തീയതിക്കകം കീഴടങ്ങാനും ആവശ്യപ്പെട്ടിരുന്നു. കീഴടങ്ങാൻ 30 ദിവസം കൂടി അനുവദിക്കണമെന്നാണ് സഞ്ജൻ കുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന സഞ്ജൻ കുമാർ കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വം രാജിവെച്ചിരുന്നു. സുൽത്താൻപൂരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത പേരിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസ് ദില്ലി പട്യാല ഹൌസ് കോടതി കഴിഞ്ഞ ദിവസം ജനുവരി 22ലേക്ക് മാറ്റിയിരുന്നു.
KSRTC കണ്ടക്ടർ നിയമന കേസിൽ ഹൈക്കോടതി ഇന്ന് അന്തിമ വിധി പറയും. ജസ്റ്റിസുമാരായ വി ചിദംബരേഷ്, ആർ നാരായണ പിഷാരടി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. PSC റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമന നടപടികൾ ആരംഭിച്ചതായും 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും KSRTC ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. എംപാനൽഡ് കണ്ടക്ടർമാർ സമർപ്പിച്ച കക്ഷി ചേരൽ ഹർജി കോടതി അനുവദിച്ചിരുന്നില്ല. ആവശ്യത്തിന് കണ്ടക്ടർമാരെ പുതിയ നിയമനം വഴി ലഭിച്ചില്ലെങ്കിൽ തങ്ങളെ പരിഗണിക്കാമെന്നായിരുന്നു എംപാനൽകാരുടെ ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ലെന്നും മുൻ ഉത്തരവ് ഭേദഗതി ചെയ്യാനാകില്ലെന്നും വ്യക്തമാക്കി ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. കോൺഗ്രസുകാർ അംഗങ്ങളായ SNDPയും KPMSഉം കേരള ദളിത് ഫെഡറേഷനും വർഗീയ സംഘടനകളാണെന്ന് വനിതാ മതിലിനെ എതിർക്കുന്ന നേതാക്കൾക്ക് പറയാൻ ധൈര്യമുണ്ടോയെന്ന് കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് P. രാമഭദ്രൻ. അമ്മമാരെ തേങ്ങായെറിയുന്ന RSSുകാരാണ് ക്ഷേത്രങ്ങളെ തകർക്കുന്നതെന്നും ദളിത് ഫെഡറേഷൻ ആരോപിച്ചു. വനിതാ മതിലിൽ പങ്കെടുക്കുന്ന കോൺഗ്രസുകാർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളിയുടെയും K. മുരളീധരന്റെയും ഭീഷണിക്കെതിരെയാണ് കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് P. രാമഭദ്രന്റെ പ്രതികരണം. വനിതാ മതിലിന്റെ ഭാഗമായ സംഘടനകളിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും ഇവർ പുറത്താക്കുമോ എന്ന് AK ആന്റണി വ്യക്തമാക്കണമെന്ന് ദളിത് ഫെഡറേഷൻ ചോദിച്ചു. ഇതിനകത്തുള്ള സംഘടനകൾ, KDF ഉൾപ്പെടെയുള്ള സംഘടനകൾ വർഗീയ പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങളുടെ സഹായം ഒരിക്കലും വേണ്ട. നിങ്ങൾ വർഗീയവാദികളാണ്. KDF വർഗീയവാദിയാണ്, SNDP വർഗീയവാദിയാണ്, KPMS വർഗീയവാദിയാണ്, കേരള വിശ്വകർമ്മ മഹാസഭ വർഗീയവാദിയാണ്, തണ്ടാർ മഹാസഭ വർഗീയവാദിയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരാണ് ഈ സംഘടനകളിലൊക്കെ ഉള്ളത്. ചെറിയ ആളുകളൊന്നുമല്ല. അവരെല്ലാം വർഗീയവാദികളാണെന്ന് കോൺഗ്രസിന് മുദ്ര അടിക്കാൻ കഴിയുമോ? അടിക്കാൻ കഴിയുമെങ്കിൽ AK ആന്റണി പറയട്ടെ. അല്ലാതെ ഇവരൊക്കെ കിടന്ന് പറയുന്ന ആരാ വലിയ കാര്യമാക്കുന്നത്? ശബരിമലയിൽ പോകരുത്, കാണിക്ക ഇടരുതെന്ന് പറയുന്ന RSS ആണ് ക്ഷേത്രങ്ങളെ തകർക്കുന്നതെന്ന് P. രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. RSSകാര് തേങ്ങായും കൈ പിടിച്ചോണ്ട് 18-ാം പടിയിലോട്ട് ഭാഗത്ത് പോകും. ഏതെങ്കിലും തള്ളമാരെ കണ്ട എടുത്ത് തലയ്ക്കോട്ടെറിയുക, അല്ലെ നെഞ്ചത്തോട്ടെറിയുക. ഇതാണോ അയ്യപ്പ ദർശനം? ജാതിമത ഭേദമന്യേ സംഘടിപ്പിക്കുന്ന വനിതാ മതിൽ സ്ത്രീ ശാക്തീകരണത്തിന് ശക്തി പകരുമെന്നും ഇതിനെ എതിർക്കുന്നവർ സ്ത്രീ വിരോധികളാണെന്നും KDF ആരോപിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച് നവോത്ഥാന ചരിത്ര പ്രദർശനം. വ്യവസ്ഥാപിത ചരിത്രം കാണാത്തതോ തിരസ്കരിക്കുകയോ ചെയ്ത ചരിത്ര മുഹൂർത്തങ്ങളെ കോർത്തിണക്കിയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധമാകാൻ പാടില്ല മുന്നേറ്റങ്ങളെന്നും സ്ത്രീകളുടെ മുന്നേറ്റത്തെ ഭയക്കുന്നവരാണ് വനിതാ മതിലിനെതിരെ നിൽക്കുന്നതെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതും നവോത്ഥാനത്തിന്റെ വഴികളിലേക്ക് നയിച്ച മുന്നേറ്റങ്ങളും ഭാവിയുടെ പരിവർത്തനത്തിനാവശ്യമായ ആശയങ്ങളെ നിർമ്മിക്കുന്ന തരത്തിലുമാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അയിത്തം, അടിമത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ആചാരങ്ങൾ, അനാചാരങ്ങൾ എന്നിവയെല്ലാം അധിനിവേശത്തിന്റെയും ആധിപത്യത്തിന്റെയും ഭാഗമായി കേരളത്തിൽ എങ്ങനെയാണ് ഒരു വിഭാഗം നിലനിർത്തിയിരുന്നത് എന്നത് പ്രദർശനം വ്യക്തമാക്കുന്നു. ഒപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെത്തിയ സ്ത്രീ മുന്നേറ്റവും പ്രദർശനത്തിലെ പ്രത്യേകതയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം, ചാന്നാർ സമരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നീ മുന്നേറ്റങ്ങളുടെ ചരിത്രരേഖകളടക്കം പ്രദർശനത്തിലുണ്ട്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ധീരപോരാളികളെയും പ്രത്യേകം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വില്ലുവണ്ടി സമരം, മൂക്കൂത്തി സമരം, കല്ലുമാല ബഹിഷ്കരണം തുടങ്ങിയ സമരങ്ങളുടെ ചരിത്രമാണ് പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകത. സ്ത്രീവിരുദ്ധമാകാൻ പാടില്ല മുന്നേറ്റങ്ങളെന്നും സ്ത്രീകളുടെ മുന്നേറ്റത്തെ ഭയക്കുന്നവരാണ് വനിതാ മതിലിനെതിരെ നിൽക്കുന്നതെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. സ്ത്രീകൾ സംഘടിക്കുന്നു എന്ന് കേട്ടപ്പോ തന്നെ ഹാലിളകിയാണ് പിന്തിരിപ്പൻ ശക്തികൾ. എന്തോരം കോലാഹലമാണ്. സ്ത്രീകളുടെ മുന്നേറ്റത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്നു, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന മുന്നേറ്റമായി മാറി രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചരിത്ര മുഹൂർത്തങ്ങൾ ആലേഖനം ചെയ്ത പഴയ പത്രങ്ങൾ, ചിത്രങ്ങൾ, ചരിത്രരേഖകൾ, രേഖാചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയും പ്രദർശനത്തിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ത്രീകൾ തീർക്കുന്ന പ്രതിരോധത്തിന് നവോത്ഥാന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂവെന്ന് നിലമ്പൂർ ആയിഷ. സ്ത്രീകൾ തീർക്കുന്ന പ്രതിരോധ മതിലിൽ അണിചേരുമെന്നും മുഴുവൻ സ്ത്രീകളും ചേരണമെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു. സ്ത്രീകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു സ്ത്രീകളാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു മതിൽ, അതാണ് സ്ത്രീകളുടെ മതിൽ. അങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെയധികം
പുരുഷ മേധാവിത്വത്തിനെ അടിച്ചമർത്താൻ കഴിയും എന്നുള്ളൊരു ദൗത്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ്, ഉടമകളല്ല എന്നുള്ളൊരു ബോധം മനുഷ്യർക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതിന്റെ കാലഘട്ടം മാറി. ഇപ്പോൾ അടിമകളല്ല, ഉടമകളായി മാറി. അപ്പോൾ ഈ ഉടമകൾക്ക് എന്തുകൊണ്ട് ഒരു മതിൽ സൃഷ്ടിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മൾക്കൊരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൂടാ? അപ്പൊ ആ ഒരു നിലയിലേക്ക് സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മതിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സജീവമായിട്ട് ഞാനതിൽ പങ്കാളിയാവും. പക്ഷേ ഞാനന്ന് കാഞ്ഞങ്ങാട് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇവർ എവിടെയാണോ അവിടെ ഞാൻ ഇറങ്ങി ആ മതിൽ ഞാൻ പങ്കെടുക്കും. ഇപ്പോൾ കുട്ടിയുടെ വാർത്തയിലേക്ക്. ആലപ്പുഴ മണ്ണന്തലയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, എന്താണ് സംഭവം? അനുശ്രീ, ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് IPC കോളനിയിലാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. 2 ചെറിയ കുട്ടികൾ ഇവർക്കുണ്ട്. സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഭർത്താവ് പറയുന്നത്. അദ്ദേഹം തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സംഭവത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2 കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത് പോലീസിൽ റിപ്പോർട്ട് ലഭിച്ചത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ITC കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കൊലയ്ക്ക് കാരണമായി ഇപ്പോൾ ഇയാൾ പറയുന്നത് ഭാര്യയുടെ മറ്റ് ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. 2 കുട്ടികളുള്ള ഒരു കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. സംഭവം അറിഞ്ഞതിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ബോഡി ഇപ്പോഴും വീട്ടിൽ കിടക്കുകയാണ്. അല്പസമയത്തിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംഭവം അറിഞ്ഞതിന് ശേഷം തന്നെ അവിടെ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെയോടുകൂടി അല്പസമയത്തുള്ളിൽ തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. അതുപോലെ ഷാജഹാൻ, സംഭവത്തിന് പിന്നിലെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അനുശ്രീ, പോലീസിൽ കസ്റ്റഡികളിലാണ് പറയുന്നത്. പ്രകാശൻ എന്ന ആളുടെ പേര് മരണപ്പെട്ടത് ബേബിയാണ്. പ്രകാശൻ പറയുന്നത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ബന്ധം തന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊല നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും 2 കുട്ടികൾ ഉള്ള ഒരു കുടുംബത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. 2 ചെറിയ കുട്ടികളാണ് ഇവർക്കുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് കൊല നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. 4 മണിയോടുകൂടിയാണ് പോലീസ് സംഭവം അറിഞ്ഞത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ശബരിമല വാർത്തയിലേക്ക്. സന്നിധാനത്ത് ഭക്തരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. ഇത് സംബന്ധിച്ച് പോലീസിനും വിജിലൻസിനും നിർദ്ദേശം നൽകിയതായും പത്മകുമാർ പറഞ്ഞു. 23-ന് ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട് 26-ന് സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സന്നിധാനത്ത് ഭക്തരെ ചൂഷണം ചെയ്യുന്ന സംഘങ്ങൾ നിലവിലുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാട്ടുപന്നികളെ ഫെൻസിംഗ് സ്ഥാപിച്ചു മാറ്റാൻ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അറിയിച്ചു. നിലവിൽ സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. എന്നാൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനാലാണ് തിരക്ക് അനുഭവപ്പെടാത്തതെന്നും പത്മകുമാർ പറഞ്ഞു. ആളിന്റെ വരവ് വർദ്ധിച്ചെങ്കിലും പഴയതുപോലെ തിരക്ക് അനുഭവപ്പെടാത്ത അവസ്ഥ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല നിലയ്ക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. 18-ാം പടിയിലും ഒരു ക്രമീകൃതമായി ഭക്തജനങ്ങൾക്ക് കയറിപ്പോകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഈ പന്നിയുടെ എണ്ണം ഇവിടെ പെരുകുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ 10-40 പേരെ പന്നി കടിച്ചതാണ്. ഇപ്രാവശ്യം 6-7 പേരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച്
ഫെൻസിങ് വെച്ച് ഈ അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഈ സമയത്ത് ആ പന്നികളെ അതിനകത്ത് കയറ്റി ഇടാൻ കഴിയത്തക്ക രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ദേവസ്വം ബോർഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 27-ന് 12 മണിക്കാണ് മണ്ഡലപൂജ. 26-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പമ്പയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് 5 മണിക്ക് ശരംകുത്തിയിൽ വെച്ച് സ്വീകരണം നൽകും. 18-ാം പടിക്ക് മുകളിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെത്തി തങ്കയങ്കി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ ദില്ലിയിലെ ഓഫീസ് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് ദില്ലി ഹൈക്കോടതി വിധി പറയും. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് നേരത്തെ ഹെറാൾഡ് ഹൌസ് കെട്ടിടം കൈവശം വെച്ചിരിക്കുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനോട് ഒഴിയാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജന്മി നാടുവാഴിത്തത്തിനെതിരായ പോരാട്ടത്തിൽ ജീവൻ ബലി നൽകിയ കരിവെള്ളൂർ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി 72ാമത് കരിവെള്ളൂർ രക്തസാക്ഷി ദിനം വിപുലമായി ആചരിച്ചു. ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പേർ അണിനിരന്നു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കർഷക തൊഴിലാളി പോരാട്ടത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് കരിവെള്ളൂർ. കല്ലും വടിയും കവണയും ഉപയോഗിച്ച് കുണിയൻപുഴയുടെ തീരത്ത് സാമ്രാജ്യത്വത്തിന്റെ നിറതോക്കുകളെ നേരിട്ടാണ് കരിവെള്ളൂർ ചുവന്നത്. ചിറക്കൽ രാജാവിന്റെ ഗുണ്ടകളെയും MSPക്കാരെയും ധീരമായി നേരിട്ട് കീനേരി കുഞ്ഞമ്പൂവും തിടിയിൽ കണ്ണനും രക്തസാക്ഷികളായി. നിരവധി പോരാളികൾക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതി മരിച്ചവരുടെ ഓർമ്മ പുതുക്കിയാണ് കരിവെള്ളൂർ രക്തസാക്ഷി ദിനം ആചരിച്ചത്. കരിവെള്ളൂരിൽ നടന്ന 72ാം വാർഷിക ദിനാചരണ പരിപാടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് സ്ത്രീയുടെ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ ഹാലിളകുന്ന പുരുഷാധിപത്യ മനസ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ പൊട്ടിയൊലിച്ച് പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നവോത്ഥാനത്തിന്റെ കേരളം, പ്രബുദ്ധ കേരളം, ഇടതുപക്ഷ മനസ്സുള്ള കേരളം എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീ വിരുദ്ധവും പുരുഷാധിപത്യപരവുമായ മനോഭാവമുള്ള കുറേയധികം പുരുഷന്മാരുടെ മാത്രമല്ല കുറെ സ്ത്രീകളുമുണ്ട് ഈ പുരുഷാധിപത്യ മനോഭാവത്തിന് കൂട്ടുനിൽക്കുന്നില്ല. വിദ്യാസമ്പന്നരായ കുറെ സ്ത്രീകൾ അവർ വന്നില്ലേ ജാഥയായിട്ട്. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുണിയൻ സമരഭൂമിയിൽ നിന്ന് വളണ്ടിയർ മാർച്ചും ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു. രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ 100 കണക്കിന് പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊല്ലം അയ്യനാട് മുക്കം ബീച്ച് വികസനം യാഥാർത്ഥ്യമാകുന്നു. ആയുർവേദ റിസോർട്ടും ഹോം സ്റ്റേയും കായൽ ബോട്ടിംഗും മുതൽ ഉപ്പിലിട്ട മാങ്ങ വരെ മുക്കത്ത് വിനോദസഞ്ചാരികൾക്ക് റെഡി. ഗോൾഡൻ ബീച്ച്, ബ്ലൂ സീ, നേച്ചേഴ്സ് ഗിഫ്റ്റ്, ഇങ്ങനെയൊക്കെ മുക്കം ബീച്ചിനെ വിളിക്കാനാകും. കൊല്ലം ബീച്ചിനും പരവൂർ ബീച്ചിനും ഇടയിൽ രൂപം കൊണ്ട മനുഷ്യനിർമ്മിതമായ കടലോരം വിനോദസഞ്ചാര വികസനത്തിന്റെ അനന്ത സാധ്യതയാണ് തെളിയുന്നത്. സായം സന്ധ്യയിൽ സൂര്യാസ്തമയം കാണാനെത്തുന്ന തദ്ദേശീയർക്കും വിദേശികൾക്കും അടിസ്ഥാന വികസനത്തിനുള്ള പദ്ധതി മയ്യനാട് പഞ്ചായത്ത് തുടങ്ങി. വികസന പദ്ധതി വേഗതയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിസ്ഥാന സൗകര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇത്തിരി കൂടെ ദ്രുതഗതിയിലായാൽ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക് ഇത് വളരെ സൗകര്യമായിരിക്കും. രാത്രി കാലങ്ങളിൽ ഇവിടെ ലൈറ്റിന്റെ സഹായം ഇല്ലാത്തിടത്തോണ്ട് തന്നെ ഇവിടെ പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ എത്രയോ ആൾക്കാരാണെന്നറിയോ സൺഡേസിൽ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഇത് നല്ലൊരു വിനോദമായിട്ട് നമുക്ക് കരുതി നമുക്ക് എത്രയും അടുത്ത് ഒരു സൗകര്യമുള്ളത് വളരെ നല്ലതായിട്ട് ഞാൻ കാണുന്നു. നെല്ലിക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെ സ്പാ ഉണ്ട്. അപ്പം വികസനത്തിന്റെ വക്കിലാണ് നമ്മുടെ ഈ ബീച്ച്. എന്നിരുന്നാലും ആ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാം ഇവിടെ. ബീച്ച് പരിസരത്തെ കാഴ്ചകൾ നാവിൽ വെള്ളം പൂറിക്കും. കയോക്കിംഗ്, സ്പാ, റിസോർട്ട്, ഹോം സ്റ്റേ അങ്ങനെ വൈവിധ്യമായ അടിസ്ഥാന സൗകര്യമാണ് ബീച്ച് കേന്ദ്രീകരിച്ച് ഒരുങ്ങുന്നത്. മയ്യനാട് മുക്കത്തെ വിനോദസഞ്ചാര മേഖലയായി പ്രഖ്യാപിക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. ടൂറിസ്റ്റ് വില്ലേജാക്കി മാറ്റിയാൽ ഏറ്റവും നല്ല ഉപകാരമായിരിക്കും. കാരണം ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. ഇപ്പം ഞങ്ങളുടെ ഓൺ റിസ്കിലാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടിലും. കൊല്ലം, പരവൂർ നഗരസഭകളും മയ്യനാട് പഞ്ചായത്തും കൈകോർത്താൽ ടൂറിസം ഭൂപടത്തിൽ മയ്യനാട് മുക്കം ബീച്ച് ഇടം നേടും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
സിനിമയുടെ ഭാഷ മനസ്സിലാക്കാൻ സാധാരണക്കാർക്കും സിനിമ സംവിധാനം ചെയ്യാനാകുമെന്ന് നവാഗത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനു കോളിച്ചാൽ. സിനിമയെ വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം ഒരു കലാസൃഷ്ടിയായി കാണാൻ സാധിക്കേണ്ടതുണ്ടെന്ന് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ വിനു ചൂണ്ടിക്കാട്ടി. വിനു ആദ്യമായി സംവിധാനം ചെയ്ത ബിലാത്തിക്കുഴൽ സിനിമ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയിരുന്നു. പ്രമുഖ സിനിമാ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച പരിചയമോ അനുഭവമോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പരിശീലനമോ ലഭിച്ചിട്ടില്ലാത്ത കാസർകോട്ടെ ഒരു നാട്ടിൻപുറത്തുകാരനായ ചലച്ചിത്ര പ്രവർത്തകനാണ് വിനു കോളിച്ചാൽ. 3 ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം പ്രേക്ഷകരിലെത്തിക്കുകയും ചെയ്ത അനുഭവമാണ് തിരുവനന്തപുരത്ത് നടന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ ബിലാത്തിക്കുഴൽ സിനിമയുടെ സംവിധായകനായ വിനു കോളിച്ചാലിന്റെ കൈമുതൽ. സിനിമയ്ക്കൊരു ഭാഷയുണ്ടെന്നും അത് മനസ്സിലാക്കിയ ഒരാൾക്ക് സിനിമ സംവിധാനം ചെയ്യുവാൻ കഴിയുമെന്നും കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ ബിനു കോളിച്ചാൽ പറഞ്ഞു. സിനിമയ്ക്കൊരു ഭാഷയുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു നിബന്ധന എവിടെയില്ല. അപ്പം നമ്മൾ ഏത് മീഡിയ ആണ് കൈകാര്യം ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ ഭാഷ മനസ്സിലാക്കാനേ ഉള്ളൂ. ആ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ടെക്നോളജി അത്രയും ഫ്ലെക്സിബിളായി. നമ്മുടെ നല്ലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാന്ന് പറയുന്നൊരു പീരീഡിലേക്ക് നമ്മൾ എത്തി. കഥയ്ക്കപ്പുറം തന്റെ ഗ്രാമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും അനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് താൻ ബിലാത്തിക്കുഴലിൽ ചെയ്തിട്ടുള്ളതെന്ന് വിനു പറഞ്ഞു. വാണിജ്യ താൽപര്യം മുൻനിർത്തി മാത്രം സിനിമ ചെയ്യാനാകില്ലെന്ന പക്ഷക്കാരനാണ് വിനു കോളിച്ചാൽ. നമ്മളുടെ പരിസരം, നമ്മുടെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ രുചി, നമ്മുടെ കൃഷി, ഇതൊക്കെയാണ് ബിലാത്തിക്കുഴലിന്റെ ടോട്ടൽ പരിസരം. ഇപ്പോൾ ഒരു ആർട്ട് വർക്ക് അത് നമ്മൾക്ക് ഇന്ന് പോയി നാളെ കച്ചവടമായി തിരിച്ചു കയറണം എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഞാനതിൽ കാണുന്നില്ല. അതിന് ആർട്ട് പ്രോഡക്റ്റ് എന്ന് വേണം പറയാം. ഒരു കല ഉൽപ്പന്നമാണ്. അപ്പോൾ അതിനൊരു പീരീഡ് ഉണ്ട്. അത് ചിലപ്പോൾ എൻ്റെ മരണത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ബിലാത്തിക്കുഴൽ ശ്രദ്ധിക്കപ്പെടുന്നത്. നാട്ടുകാരനും സുഹൃത്തുമായ ജോസഫ് അബ്രാഹം നിർമ്മാണ ബാധ്യത ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് ബിലാത്തിക്കുഴൽ യാഥാർത്ഥ്യമായത്. മുടക്ക് മുതൽ തിരിച്ചു കിട്ടുമോ എന്നത് സംബന്ധിച്ച് നിർമ്മാതാവ് ആശങ്കപ്പെടുന്നില്ല. ഈ സിനിമയിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമെല്ലാം കാസർഗോഡ് ജില്ലക്കാർ തന്നെ. ബിലാത്തിക്കുഴൽ തിയേറ്ററിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംവിധായകൻ വിനു കോളിച്ചാൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാതെ ലഭ്യമാകാനുള്ള നിർദ്ദേശങ്ങൾ ഭരണപരിഷ്കാര കമ്മീഷൻ സമാഹരിച്ചു വരികയാണെന്ന് VS അച്യുതാനന്ദൻ. സർക്കാരിന്റെ ഭരണ മികവ് ജനങ്ങൾക്ക് ലഭ്യമാകാൻ കൂടുതൽ സേവനങ്ങൾ ഓൺലൈൻ വഴിയാക്കാനാണ് ആലോചിക്കുന്നതെന്നും VS പറഞ്ഞു. കാലം മാറി, ഭരണ സംവിധാനവും സാങ്കേതികമായി ഏറെ മുന്നോട്ടുപോയി. പക്ഷേ അർഹതപ്പെട്ട പല സേവനങ്ങൾക്കും സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് ജനങ്ങൾ. ഇതിന് മാറ്റമുണ്ടായാലേ സർക്കാരിന്റെ ഭരണ മികവ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇതിനായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സമാഹരിച്ചു വരികയാണ്. കൂടുതൽ സേവനങ്ങൾ ഓൺലൈൻ വഴിയാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ടെന്നും VS പറഞ്ഞു. പരാതി പരിഹാര സംവിധാനങ്ങളുടെ പോരായ്മയും അർഹതപ്പെട്ട സേവനം തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സ്ഥിതിയുമെല്ലാം ഒഴിവാക്കണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ പല മേഖലകളിലും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതോടെ ചുവപ്പ് നാടയും അഴിമതിയും നിയന്ത്രിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും VS പറഞ്ഞു. മലപ്പുറത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേട്ട ശേഷം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ക്ഷണിതാക്കളുമായി കമ്മീഷൻ ആശയവിനിമയം നടത്തി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്രോക്കറി ആൻഡ് ഗ്ലാസ്വെയർ വിതരണ രംഗത്ത് പ്രമുഖരായ നോൾട്ട വിപണി വിപുലീകരണത്തിന്റെ ഭാഗമായി പുത്തൻ കാൽവയ്പുകൾക്ക് തയ്യാറെടുക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലും വിപണി കീഴടക്കാനുള്ള ശ്രമത്തിലാണ് നോൾട്ട. ഇതിന്റെ മുന്നോടിയായി നോൾട്ട ജർമ്മനിയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സ്വന്തമാക്കി. പുതിയ ബ്രാൻഡിംഗിന് പ്രതിച്ഛായ നൽകുന്നതിന്റെ ഭാഗമായി ചലച്ചിത്ര താരം പ്രിയാമണിയെ നോൾട്ടയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പുതിയ പരസ്യങ്ങളും പുറത്തിറങ്ങി. സ്റ്റെയിൻലെഡ് സ്റ്റീൽ ഇന്നർ ലീഡ് പ്രഷർ കുക്കർ ഉൾപ്പെടെ ആകർഷകമായ പുതിയ ഉൽപ്പന്നങ്ങൾ നോൾട്ട 2019 പരിചയപ്പെടുത്തുന്നുവെന്ന് കൊട്ടാരം ട്രേഡിംഗ് ഡയറക്ടർമാരായ ആന്റണി കൊട്ടാരം, ബാപ്പു കൊട്ടാരം, സിബി കൊട്ടാരം എന്നിവർ അറിയിച്ചു.